മടങ്ങി വരുമ്പോൾ പാക് ഭീകരവാദം ലോകരാജ്യങ്ങളെ ബോധിപ്പിക്കാനുള്ള സർവകക്ഷി സംഘത്തിലേക്ക് പാർട്ടി നിർദ്ദേശിച്ച നേതാക്കളുടെ പേരുകൾ ഒഴിവാക്കിയതിൽ അതൃപ്തി പരസ്യമാക്കുകയാണ് കോൺഗ്രസ്. പാർട്ടിയുടെ നേതാക്കൾ സംഘത്തിന്റെ ഭാഗമാകുമെന്ന് വ്യക്തമാക്കിയ കോൺഗ്രസ് ദേശീയ സുരക്ഷ അടക്കമുള്ള വിഷയങ്ങളിൽ ബി.ജെ.പി. രാഷ്ട്രീയം കളിക്കുന്നതായി തുറന്നടിച്ചു. പ്രധാനമന്ത്രിയുടെയും ബി.ജെ.പിയുടെയും നിലവാരത്തിലേക്ക് കോൺഗ്രസ് താഴില്ലെന്നും ജയറാം രമേശിന്റെ പേരിൽ പുറത്തിറങ്ങിയ പ്രസ്താവനയിൽ വിമർശനമുണ്ട്. കോൺഗ്രസ് നൽകിയ പട്ടികയിൽ ഒരാളുടെ പേര് മാത്രമാണ് കേന്ദ്രം അംഗീകരിച്ചത്. അതേസമയം ഇന്ത്യയെ അനുകരിച്ച് സർവകക്ഷി സംഘത്തെ അയക്കാനുള്ള നീക്കത്തിലാണ് പാകിസ്ഥാൻ. കിരൺ ബാബു ചേരുന്നു. കിരൺ, എന്തായാലും ഈ സർവകക്ഷി അംഗമെന്ന ഇന്ത്യയുടെ തീരുമാനം അത് മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് രാജ്യത്ത് ഉയരുന്ന രാഷ്ട്രീയ വിവാദം. ആദ്യം അതിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് പ്രധാനമായും ഇപ്പോൾ നടത്തിയ നീക്കത്തിൽ കോൺഗ്രസിനെ കുഴപ്പത്തിലാക്കാൻ ഒരു ബോധപൂർവ നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന സംശയം തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. സജിത്തെ, അങ്ങനെ തന്നെയാണ്. വളരെ കൃത്യമായി തന്നെ ഒരു ചൂണ്ട കേന്ദ്ര സർക്കാരും ബി.ജെ.പിയും ചേർന്ന് ഇടുകയായിരുന്നു. അതിൽ കോൺഗ്രസോ ശശി തരൂരോ കുത്തി എന്ന് വേണം തന്നെ കരുതാൻ. കാരണം കോൺഗ്രസിനോട് ഔദ്യോഗികമായി 4 പ്രതിനിധികളെ അയക്കണമെന്ന് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിന്റെ നേതാക്കളായ ശശി തരൂർ, സൽമാൻ ഖുർഷിദ്, മനീഷ് തിവാരി ഈ 3 പേരെയും നേരത്തെ തന്നെ കിരൺ റിജിജു ബന്ധപ്പെടുകയും നിങ്ങൾ ഈ നയതന്ത്ര ബന്ധത്തിന്റെ സംഘത്തിന്റെ ഭാഗമാകണം എന്ന് അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. മറ്റെല്ലാ പാർട്ടികളോടും പാർട്ടികളുടെ ലിസ്റ്റ് തരാൻ ആവശ്യപ്പെടുമ്പോൾ കോൺഗ്രസിന്റെ കാര്യത്തിൽ ആര് വരണം എന്ന് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. അവർ ഇങ്ങനെ ബന്ധപ്പെടുന്നു. ഇതിൽ സൽമാൻ ഖുർഷിദും മനീഷ് തിവാരിയും കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം അറിഞ്ഞ ശേഷം അക്കാര്യത്തിൽ തീരുമാനം അറിയിക്കാം എന്ന് മറുപടി നൽകുന്നു. ശശി തരൂരിന്റെ കാര്യത്തിൽ ശശി തരൂർ അറിയിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും ഈ വിഷയത്തിൽ അതിനുശേഷമാണ് കോൺഗ്രസിനോട് ഔദ്യോഗികമായി ആവശ്യപ്പെടുന്നത് ലിസ്റ്റ് തരാൻ. ആ ലിസ്റ്റ് നൽകുന്നു. ആ ലിസ്റ്റിലെ 4 പേർ ആനന്ദ് ശർമ്മ അടക്കമുള്ള 4 പേരുടെ ലിസ്റ്റാണ് നൽകുന്നത്. പക്ഷേ ഈ 4 പേരുടെ ലിസ്റ്റിനകത്ത് ആനന്ദ് ശർമ്മയുടെ പേര് മാത്രമാണ് ഇവർ ഉൾപ്പെടുത്തിയത്, കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയത്. അതിപ്പോൾ കോൺഗ്രസ് വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഞങ്ങൾ നൽകിയ ലിസ്റ്റിൽ നിന്ന് 4 പേരിൽ ഒരാളുടെ പേര് മാത്രമാണ് ഉൾപ്പെടുത്തിയത്. 51 അംഗ സംഘത്തിൽ ഒരാളുടെ പേര് മാത്രമാണ് ഉൾപ്പെടുത്തിയത്. പക്ഷേ കോൺഗ്രസ് നൽകിയ പേരുകളല്ലാതെ ഉൾപ്പെടുത്തിയ കോൺഗ്രസ് എംപിമാർ ആരെയും അവരുടെ പോകുന്ന ഒരു തരത്തിൽ അനുമതി നൽകുന്നു എന്ന തരത്തിലോ അല്ലെങ്കിൽ അവരുടെ പോകുന്നതിന് കോൺഗ്രസ് എതിരില്ല എന്നൊരു നിലപാട് കൂടി കോൺഗ്രസ് വ്യക്തമാക്കുന്നു. ഇത് ബി.ജെ.പിയെ പോലെയല്ല, സങ്കുചിതമായ താല്പര്യമല്ല, രാജ്യ താല്പര്യത്തിന് വേണ്ടി ഞങ്ങൾ യോജിച്ചു നിൽക്കുകയാണ് എന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. എന്തായാലും വളരെ ബുദ്ധിപരമായി തന്നെയാണ് അല്ലെങ്കിൽ തന്ത്രപരമായി തന്നെയാണ് ബി.ജെ.പിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഭാഗത്തു നിന്ന് ശശി തരൂരിനെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള നീക്കം നേരത്തെ തന്നെ ആരംഭിച്ചതും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പലരും വിലയിരുത്തുന്നത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് തന്ത്രപരമായ ഈ തന്ത്രം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുന്നതിൽ ചില പിഴവുകൾ വന്നു എന്ന് വേണം കരുതാൻ. കാരണം ശശി തരൂരിനെ പോലെ ഒരാളെ വിളിക്കുമ്പോൾ ശശി തരൂർ ഇത് രാജ്യ താല്പര്യമാണ്, അതുകൊണ്ട് ഞാൻ പോകും എന്നുള്ള നിലപാട് സ്വീകരിക്കുമെന്നും അത് കോൺഗ്രസിന് അങ്ങനെ പോയാലും ഏതെങ്കിലും തരത്തിൽ തരൂരിനെതിരെ നടപടിയെടുക്കാനോ അതിൽ അതിർത്തി പ്രകടമാക്കാനോ ഒന്നും കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് തരൂരിന്റെ പേര് കൂടി ഉൾപ്പെടുത്താൻ തയ്യാറാകണമായിരുന്നു കോൺഗ്രസ്. ആ തരത്തിലേക്ക് കോൺഗ്രസിന് കഴിഞ്ഞില്ല. കോൺഗ്രസിനോട് ചോദിക്കാതെ കോൺഗ്രസ് പാർട്ടിക്ക് ആഭ്യന്തര വിഷയത്തിൽ ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തതിലുള്ള പ്രതിഷേധം എന്ന നിലയ്ക്ക് തരൂരിന്റെ പേര് ഒഴിവാക്കി ലിസ്റ്റ് നൽകുകയായിരുന്നു. അത് തന്ത്രപരമായ ഒരു പിഴവായി എന്നുകൂടി കണക്കാക്കാം. എന്തായാലും സംഭവം വിവാദമായിട്ടുണ്ട്. വിവാദമായ സ്ഥിതിക്കും കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ ശശി തരൂരിനെ നടപടിയെടുക്കാനോ അല്ലെങ്കിൽ ശശി തരൂരിന് മേൽ ചെയ്ത നടപടി തെറ്റാണോ എന്ന് പറയാനോ ഒക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇന്ത്യക്ക് വേണ്ടി ഒരു നയതന്ത്ര സംഘത്തിലേക്ക് കേന്ദ്ര സർക്കാർ തന്നെ ശശി തരൂരിനെ നിയോഗിക്കുമ്പോൾ അതിനെ കോൺഗ്രസ് എതിർക്കുന്നു എന്ന തരത്തിലേക്കുള്ള വ്യാഖ്യാനമാവും. അല്ലെങ്കിൽ ആ പ്രചരണം കോൺഗ്രസിന് ഗുണം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഫലത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പ്രതിരോധത്തിലാണ് എന്ന് വേണം പറയാൻ. യെസ് കിരൺ, ഒരു കാര്യം കൂടി, ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് ആശങ്കയിലാക്കുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ കോൺഗ്രസിനകത്ത് ബി.ജെ.പിയുടെ സ്ലീപ്പിംഗ് സെല്ലുണ്ട് എന്ന തരത്തിൽ CPI പോലെയുള്ള പാർട്ടികളൊക്കെ നിലപാടെടുത്തു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ തരൂർ പോലെയുള്ള ഒരു വിഭാഗം നേതാക്കൾ പാർട്ടിയുമായി ഏറ്റുമുട്ടി കോൺഗ്രസ്സുകാരായി തുടരുന്നു. അവർ ബി.ജെ.പിയുമായി നല്ല തരത്തിലുള്ള ഒരു ബന്ധം പുലർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെയെങ്കിൽ അത് കോൺഗ്രസിനകത്ത് ഒരു വലിയ ആഭ്യന്തര പ്രശ്നമായി മാറുന്നു. ഈ പ്രതിസന്ധിയും ഈ ഡെലിഗേഷൻ വിഷയത്തിനും അപ്പുറത്തേക്ക് അത് മാറും എന്ന ഒരു സാഹചര്യം കൂടിയില്ലേ? സഹിതം എനിക്ക് തോന്നുന്നത് 2 തരത്തിൽ നമുക്ക് കാണാം. ഒന്ന്, ഈ തരൂര് ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്ന മട്ടിലുള്ള പ്രചരണത്തെയൊക്കെ തരൂരിനെ പോലെ ശശി തരൂരിനെ പോലെ ആൾ ദീർഘകാലം എടുത്ത സ്റ്റാൻഡ് സംഘപരിവാർ വിരുദ്ധ സ്റ്റാൻഡാണ്. അത് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലായാലും പ്രസംഗങ്ങളിലായാലും എല്ലാം വളരെ ദീർഘകാലം അദ്ദേഹത്തിന്റെ ക്രെഡൻഷ്യൽ തന്നെ അങ്ങനെയാണ്. ആ ഒരു സ്റ്റാൻഡുള്ള ഒരാളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾ പെട്ടെന്നൊരു ദിവസം പാർട്ടി മാറും എന്നൊക്കെ പറയുന്നതിനകത്ത് നമുക്ക് കാര്യമായ അർത്ഥം അല്ലെങ്കിൽ പ്രായോഗിക ഒരു ആരോപണം എന്നതിനപ്പുറത്തേക്ക് അതിനെ ഗൗരവമായി കാണാൻ കഴിയില്ല. ശശി തരൂർ എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് വളരെ കൃത്യമായിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലായാലും ലേഖനങ്ങളിലായാലും അദ്ദേഹം പാർലമെന്റിലും ബ്രിട്ടനിലും ഒക്കെ അടുത്ത സ്പീച്ചിലും എല്ലാം അത് വളരെ വ്യക്തമായി തന്നെ ആ സ്റ്റാൻഡ് എടുക്കുന്ന ഒരാൾ തന്നെയാണ്. അതിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു ആരോപണം ഉന്നയിക്കാൻ തക്ക
കാരണം മറ്റൊന്നുമില്ല. പക്ഷേ മറ്റ് രണ്ടാമതൊരു വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രതിരോധത്തിലായാലും കുഴപ്പമില്ല, BJP-യുമായി ചേർന്ന് കോൺഗ്രസ് പ്രതിരോധത്തിലായാലും കുഴപ്പമില്ല, താൻ എൻ്റെ ഒരു സ്റ്റാൻഡ് ഉറച്ചു നിൽക്കണം, അത്ര ഒരു നിലപാട് തരൂർ സ്വീകരിക്കുക. യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു നിർദ്ദേശം തരൂരിന് മുന്നിൽ വെക്കുമ്പോൾ തരൂർ അത് സ്വീകരിക്കുകയാണ്. അത് പാർട്ടിയുടെ അനുമതിയോടുകൂടി സൽമാൻ ഖുർഷിദ് ചെയ്തതുപോലെ പാർട്ടിയുടെ അനുമതിയോടെ, അല്ലെ പാർട്ടിയെ ഞാൻ പ്രതിസന്ധിയിലാക്കുന്നത് ശരിയല്ല എന്നൊരു നിലപാട് തരൂർ സ്വീകരിച്ചില്ല. അതിന് പകരമായി ഇത് രാജ്യ താല്പര്യമാണ്, അത് ആർക്കും പറയാവുന്ന ഒരു വിഷയമാണ്, രാജ്യ താല്പര്യമാണ്, അതുകൊണ്ട് ഞാൻ സ്വീകരിക്കുന്നു. പാർലമെന്ററി പാർട്ടിയുടെ വിദേശകാര്യ പിന്നെ പാർലമെന്ററി പാർട്ടിയുടെ ചെയർമാനാണ് താൻ. ഇതെല്ലാം കോൺഗ്രസ് പാർട്ടിയാണ് അദ്ദേഹത്തിനെ ആ ചുമതലയിലേക്ക് ഏൽപ്പിച്ചത്. ആ ചുമതല ഏൽപ്പിച്ചല്ല, തരൂരിനെ കേന്ദ്ര സർക്കാർ ഒരു ചുമതലയിലേക്ക് ഏൽപ്പിക്കുന്നില്ല, കോൺഗ്രസിന്റെ പ്രതിനിധിയായി ആ ചുമതല ഏറ്റതാണ്. അപ്പോൾ സ്വാഭാവികമായും ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ആലോചിക്കുകയും കോൺഗ്രസിന്റെ നിലപാടെന്താണെന്ന് ആലോചിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സ്റ്റാൻഡ് തരൂരിന് സ്വീകരിക്കുക. പക്ഷേ തരൂർ അവിടെ അങ്ങനെ ഒരു സ്റ്റാൻഡ് സ്വീകരിച്ചില്ല എന്ന് വേണം പറയാൻ. കോൺഗ്രസ് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് താൻ പാർട്ടിയുടെ അനുമതി ഇല്ലാതെ, പാർട്ടിയുടെ ഒഫീഷ്യൽ അനുമതിയില്ലാതെ താൻ ഇതിന്റെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ വെട്ടിലാകാൻ പോകുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. അത് ആത്യന്തികമായി പാർട്ടിക്കാണ് തിരിച്ചടിയാവുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ആളുമല്ല തരൂർ. പക്ഷേ തരൂരുമായി ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിനുണ്ടായ ആശയ വ്യത്യാസം, അദ്ദേഹം നേതൃത്വത്തിന് അനുഭൂതനായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അവരെ തോൽപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരം എന്ന നിലയ്ക്ക് കൂടി തരൂർ ഇതിനെ ഉപയോഗിച്ചു എന്നതുകൂടി നമുക്ക് കാണേണ്ടി വരും. ഈ രാജ്യ താല്പര്യം അതുകൊണ്ടാണ് ഞാൻ സ്വീകരിക്കുന്നതെന്നൊക്കെ പറയുന്നതിനെ പോസിറ്റീവ് എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ടാക്ടിക്കൽ വശം കൂടി തരൂർ കൂടി അതിനകത്ത് ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ അത് തന്ത്രപരമായ ഒരു കളി BJP കളിച്ചതിനൊപ്പം കളിക്കുന്നുണ്ട് എന്നതുകൂടി അതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും. യെസ് അതാണ് സാഹചര്യം. കിരൺ, ഒരു കാര്യം കൂടി, ഇന്ത്യ നടത്തുന്ന ഈ നയതന്ത്ര നീക്കം, അപൂർവമായ ഒരു നയതന്ത്ര നീക്കം, അതിന് സമാനമായ പാകിസ്ഥാനിലും അത്തരം ആലോചനകൾ നടക്കുന്നല്ലോ. കാരണം പാകിസ്ഥാനും ലോകരാജ്യങ്ങളുടെ മുന്നിൽ തങ്ങളുടെ നിലപാട് അറിയിക്കാൻ ചുരുക്കപക്ഷം ഇന്ത്യയെങ്കിലും നീക്കം നടത്തുന്നത് കൊണ്ടെങ്കിലും തയ്യാറാവേണ്ടി വരുന്നു എന്ന സാഹചര്യമുണ്ടോ? എന്ത് ആലോചനകളാണ് ആ തരത്തിൽ നടക്കുന്നത്? സജിത്തെ, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം എന്ന നിലയ്ക്ക് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി അയക്കുന്നത് പോലെ തന്നെ പാകിസ്ഥാനും സമാനമായ രീതിയിലേക്കുള്ള നീക്കങ്ങളൊക്കെ അയക്കുന്നുണ്ട്. ഇന്ത്യ പാക് സംഘർഷം നടന്ന ഘട്ടത്തിലൊക്കെ നമുക്കറിയാം, പ്രധാനപ്പെട്ട പല രാജ്യങ്ങളുടെ നിലപാടുകളൊക്കെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് അനുകൂലമായി അങ്ങനെ ഒരു സ്ട്രോങ് നിലപാട് സ്വീകരിക്കാൻ പല രാജ്യങ്ങളും തയ്യാറായില്ല. പല രാജ്യങ്ങളും രണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ നിൽക്കുകയും അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളോടും ഏകദേശം തുല്യമായ രീതിയിലുള്ള നിലപാട് അറിയിക്കുകയും ഒക്കെയാണ് ചെയ്തത്. അത് പാകിസ്ഥാന്റെ ഭാഗത്തും സമാനമായ നയതന്ത്ര നീക്കമുണ്ട്. പക്ഷേ ഇവിടെ ഇന്ത്യക്ക് ഒരു എഡ്ജ് ഉണ്ട് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇന്ത്യ 2001 ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് ഭീകരതയ്ക്കെതിരായ പോരാട്ടം എന്നൊരു നിലപാട് സ്വീകരിച്ചത്. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ മറ്റ് താല്പര്യങ്ങൾ മാറ്റിവെച്ച് ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതായിരുന്നു. അതിൽ മറ്റ് താല്പര്യങ്ങൾ വരരുത്, അല്ലെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന കക്ഷിബന്ധങ്ങൾ വരരുത് എന്നുള്ളത് ഒരു പൊതു നിലപാടായിരുന്നു. അതിൽ ആരും വിട്ടുവീഴ്ചയില്ല എന്നുള്ളത് ഇന്ത്യ പ്രധാനമായും ഉന്നയിക്കുന്നത് അവിടെയാണ്. ഇന്ത്യ പഹൽഗാമിൽ ഒരു ഭീകരാക്രമണം നടക്കുന്നു, പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തുന്നതിന് പാകിസ്ഥാന്റെ വാദം ഞങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. ഇന്ത്യ കൃത്യമായി തന്നെ ഇത് പാകിസ്ഥാൻ കേന്ദ്രമാക്കിയുള്ള ഭീകരവാദ സംഘടനകളാണ് എന്നതിന് തെളിവുകളടക്കം പുറത്തുവിടുന്നു. പക്ഷേ പാകിസ്ഥാൻ അപ്പോഴും അത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. പക്ഷേ ഇന്ത്യ അതിന് തിരിച്ചടി നൽകുന്നത് പാകിസ്ഥാൻ സേനയുടെ ഏതെങ്കിലും ആസ്ഥാനത്തിന് നേരെയോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഒരു ജനവാസ കേന്ദ്രത്തിന് നേരെയോ ഒന്നുമല്ല. പാകിസ്ഥാനിലെ 9 കേന്ദ്രങ്ങൾ, ആ 9 കേന്ദ്രങ്ങളും അവിടുത്തെ 3 പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനകളുടെ ലഷ്കർ ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഒക്കെ അടക്കമുള്ള കേന്ദ്രങ്ങൾ, ഹിസ്ബുൾ മുജാഹിദിന്റെയും കേന്ദ്രങ്ങളിലേക്കാണ്, അവരുടെ പരിശീലന കേന്ദ്രങ്ങളിലേക്കോ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്കോ ആണ് ഇന്ത്യ ആദ്യഘട്ടത്തിൽ 9 മിസൈലുകൾ, അത് നിയന്ത്രിതമായ സ്ഫോടനശേഷിയുള്ള മിസൈലുകളായിരുന്നു. കാരണം തൊട്ടടുത്തുള്ള കെട്ടിടങ്ങൾക്ക് പോലും അപകടം ഉണ്ടാവാതെ ഇവ ഈ ലക്ഷ്യത്തിൽ മാത്രം തകർക്കുക. ഇന്ത്യ ആ സ്റ്റാൻഡാണ് ഇപ്പോഴും പറയുന്നത്. 2001 ലോകരാജ്യങ്ങൾ തീരുമാനിച്ചതനുസരിച്ച് ഭീകരതയ്ക്കെതിരായ പോരാട്ടമാണ് ഇന്ത്യ നടത്തുന്നത്, അത് പാകിസ്ഥാനെതിരായ യുദ്ധമല്ല. പക്ഷേ ഇന്ത്യ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ തിരിച്ച് ഇന്ത്യക്ക് നേരെയാണ് ആ തരത്തിലേക്ക് ആക്രമണം നടത്താൻ തുനിഞ്ഞത്. അത് പാകിസ്ഥാൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തെളിവായി ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നു. ഈ 9 കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ